ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ സ്ഥാനമൊഴിഞ്ഞത്. സ്ഥാനമൊഴിഞ്ഞു പോകുന്ന സമയത്ത് BJPക്കും കേന്ദ്ര സർക്കാരിനും വലിയ കൊട്ടു നൽകിയാണ് രാജീവ് കുമാർ പടിയിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP കൂട്ടിലടച്ച തത്തയാണെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിച്ചു. അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് രാജീവ് കുമാറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അനുയോജ്യമായ ബലിയാടായി മാറിയിരിക്കുന്നു എന്നായിരുന്നു രാജീവ് കുമാറിന്റെ വാക്കുകൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായി മാറിയിരിക്കുന്നു. ഫെബ്രുവരി 18 സ്ഥാനമൊഴിഞ്ഞ അദ്ദേഹം 17 യാത്രയപ്പ് വേളയിലാണ് ഈ പരാമർശം നടത്തിയത്. അദ്ദേഹത്തിന് വരെ ഉള്ള ഒരു ഖേദമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പോ വോട്ടെണ്ണലോ പുരോഗമിക്കുന്നതിനിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുവെന്നും എന്നാൽ കമ്മീഷൻ സംയമന നയം പിന്തുടരുകയായിരുന്നു എന്നുമാണ് രാജീവ് കുമാർ പൊട്ടിത്തെറിച്ചത്. 4.5 വർഷത്തോളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് രാജീവ് കുമാർ. 2020 സെപ്റ്റംബർ 1 മുതൽ 22 മെയ് 14 വരെ കമ്മീഷണറും അതിനുശേഷം ഈ വർഷം ഫെബ്രുവരി 18 വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. കമ്മീഷന്റെ നിഷ്പക്ഷതയും സുതാര്യതയും ചോദ്യം ചെയ്യപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീരമൃത്യു വരിച്ച സൈനികരെ ഉൾപ്പെടെ BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരും പ്രചരണ ആയുധമാക്കി. ഇതിനെതിരെ നിരവധി പെരുമാറ്റച്ചട്ട ലംഘന പരാതികളാണ് അന്നത്തെ കമ്മീഷന് മുമ്പാകെ ലഭിച്ചത്. മോദിക്ക് പുറമെ അമിത്ഷാ തുടങ്ങിയവർക്കെതിരെയും പരാതികൾ പൊങ്ങി വന്നു. മോദിക്കെതിരെ 6 പരാതികളാണെന്ന് ലഭിച്ചത്. ഇതിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്ന തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടത്. കമ്മീഷണറായിരുന്ന അശോക് ലവാസ ഇതിനോട് വിയോജിച്ചതായി പിന്നീട് വാർത്തകൾ വന്നുവെങ്കിലും അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ നോവൽ ലവാസയ്ക്കെതിരെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയതോടെ എല്ലാം കെട്ടടങ്ങി. 2020 ഓഗസ്റ്റിൽ ADBയിൽ ഒരു ദൗത്യം സംഘടിപ്പിച്ച് ലവാസ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എത്തിയത്. അതോടെ ലവാസയ്ക്കെതിരായ തുടർ നടപടികൾ നിലയ്ക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ വെള്ളപൂശി നൽകി എന്ന് സാരം. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങൾ BJP നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നപ്പോൾ കമ്മീഷൻ നോക്കുകുത്തിയായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നീടാണ് 2022 മെയ് 15 രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനക്കയറ്റം ലഭിച്ച് എത്തുന്നത്. അതുവരെ ചെറിയ രീതിയിലെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന കമ്മീഷൻ പിന്നീട് പൂർണ്ണമായും നിശ്ചലമാവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കമ്മീഷൻ ബലിയാടുകളായി എന്ന് പരിഭവിക്കുന്ന രാജീവ് കുമാർ അതിന് പ്രധാനമായ കാരണമായി ഉന്നയിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ഉയരുന്ന പരാതികളാണ്. പക്ഷേ അത് രാജീവ് കുമാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടായതല്ല. തുടക്കം മുതൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ സാങ്കേതികമായ പോരായ്മകളാണ് കൂടുതൽ എങ്കിൽ പിന്നീട് നടപടിക്രമങ്ങളിലെ വീഴ്ചകളും ക്രമക്കേടുകളും നിരന്തരമുണ്ടായി. ഇതിനെതിരെ ഉയർന്ന പരാതികൾ കണ്ടില്ല എന്ന് നടിച്ച ഈ രാജീവ് കുമാർ ഇപ്പോൾ കിടന്ന് വിലപിക്കുന്നത് അംഗീകരിക്കാനാകില്ല. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, കമ്മീഷന് വ്യക്തമായ വിശദീകരണം നൽകുവാൻ സാധിക്കാത്ത പുതിയ പരാതികൾ ഇക്കാലത്താണ് ഉണ്ടായത്. സമ്മതിദായകരുടെ എണ്ണത്തിൽ അസാധാരണമായ വർധനവുണ്ടാക്കുക, അതുപോലെ വോട്ടെടുപ്പിന് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളിൽ പൊരുത്തക്കേടുകൾ വരിക, വോട്ടെടുപ്പ് പ്രക്രിയയുടെ എല്ലാ വിവരങ്ങളും നൽകാതിരിക്കുക, അവയിൽ തന്നെ പൊരുത്തക്കേടുകൾ ഉണ്ടാവുക എന്നിങ്ങനെ വ്യത്യസ്തമായ പരാതികൾക്ക് ഇടയുണ്ടാക്കിയത് രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായതിനു ശേഷമാണ്.